ഓ ഷാവിക എന്താ ഇങ്ങനെ ചൂടില്ലേ? എന്ത് ചൂടാലേ? മോളെവിടെ പോ? മോളെ ലൈഷു, അനക്ക് ചൂടൊന്നുമില്ല, ഈ വേർത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ സ്വന്തം ഫാൻ ഉണ്ടല്ലോ. ആഹാ, അടിപൊളി ഫാൻ, നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഇത് നമ്മുടെ ചേലക്കര റോയലിന് വാങ്ങിയതാണ്. സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സർക്കാരും ജനപ്രതിനിധികളും വിദ്യാലയങ്ങളുടെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള സുമനസ്സുകളും എല്ലാവരും ചേർന്ന് ഒരുക്കി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ നിലയിൽ തന്നെ ലോകത്തിന്റെ സമക്ഷം അവതരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഹാമാതൃക തന്നെയാണ്. ഇപ്പൊ നോക്കൂ, നാം നിൽക്കുന്ന ഈ സ്റ്റേജിന്റെ 2 വശങ്ങളിലുമുള്ള കെട്ടിടങ്ങൾ ഇത് MLA ഫണ്ടിൽ നിന്ന് പണം ചെലവിട്ട് പണിതിട്ടുള്ള ബഹുനില കെട്ടിടമാണ്. ഇപ്പുറത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച അതിഗംഭീരമായ കെട്ടിടമാണ്. വർണ്ണ ബൾബുകളുടെ മാലകളൊക്കെ അണിഞ്ഞ് അതിസുന്ദരിയായിട്ട് കാണപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ഗുണമേന്മയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ ഉണ്ടാകണം. ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ അവർക്ക് ഉറപ്പാക്കാൻ സർക്കാരും സമൂഹവും കൈകോർത്ത് പിടിക്കണം. ചേലക്കര MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ഇത് ഓരോ ഘട്ടമായി ഗവൺമെന്റ് വരുന്നു, അതിനനുസരിച്ച് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തായി കിഫ്ബി വന്നതോടുകൂടി വലിയ സൗകര്യത്തോടു കൂടിയാണ് ഒരു കുതിച്ചുചാട്ടം കൂടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കെട്ടിടങ്ങൾ മാത്രമല്ല, അതിനകത്ത് ഇത് പഠിക്കാനുള്ള വിദ്യാഭ്യാസത്തിന്റെ നിലവാരങ്ങൾ ഉയർത്താൻ വേണ്ടിയുള്ള വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അതിന്റെ അഭ്യാസത്തിന്റെ സഹായത്തോടു കൂടി കുട്ടികളെ എങ്ങനെ അത് പഠിപ്പിച്ചെടുക്കാം, പഠിക്കുന്ന വിഷയത്തെ എങ്ങനെ നല്ലപോലെ അവരുടെ മനസ്സിൽ ഉറപ്പിക്കാം എന്ന മട്ടിലാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളിന് ആധുനിക രീതിയിലുള്ള സയൻസ് ലാബിന് വേണ്ടി ഫണ്ട് അനുവദിക്കുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ MLA പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, പ്രിൻസിപ്പൽ KB പ്രീത, ഹെഡ് മിസ്ട്രസ് CK ജിന, ജനപ്രതിനിധികളായ VG ദീപു പ്രസാദ്, VK സേതുമാധവൻ, PS പ്രദീപ്, KG ഷാ, സ്കൂൾ സമിതി ഭാരവാഹികളായ VG സുനിൽ, PC ഉഷ, MH ഷെരീഫ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. റൈറ്റ് വിഷൻ ന്യൂസ്, വരവൂർ. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം, കൂട്ടുപാത. ഫോൺ 8590080220 9645710222.